ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് യൂട്യൂബിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അഹമ്മദ് അൽ മഗ്രിബയുടെ അക്വ ഊത്ത് EDP കോൺസെൻട്രേഷൻ ആണ് വരുന്നത്. ഇതൊരു അക്വാറ്റിക് ഫ്രഷ് ലൈനപ്പിൽ വരുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ബോക്സ് ഡിസൈൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് പാക്കേജിംഗ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. സാധാരണ നീഷ് പെർഫ്യൂംസിലൊക്കെയാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള ബോക്സ് തിക്കായിട്ടുള്ള ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ കാണുന്നത് 10,000-ന് മുകളിൽ വില വരുന്ന പെർഫ്യൂമിനാണ് ഇത്രയും നല്ലൊരു പാക്കേജിങ് അവർ കൊടുക്കാറ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബോക്സിന് തന്നെ 10 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അമുവാഷ് ഇൻ്റർലൂഡിൻ്റെ ഒക്കെ പോലുള്ള ഒരു പ്രത്യേക ടെക്സ്ചറാണ്. നിങ്ങൾ കൈകൊണ്ട് തൊടുമ്പോൾ അറിയാൻ പറ്റും. ഒരു തരം ഒരു 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 ക്ലീൻ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫേസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും EDP കോൺസെൻട്രേഷൻ 90 ml ആണ് വരുന്നത്. മെയ്ഡ് ഇൻ എവിടെയത്? മെയ്ഡ് ഇൻ UAE. ഇത്രയേ ഉള്ളൂ ബോക്സിനെ കുറിച്ച് പറയാൻ. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ തുറക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ബോക്സ് മാറ്റി വയ്ക്കാൻ. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എനിക്ക് 2 ദിവസം മുമ്പാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ ജസ്റ്റ് പൊട്ടിച്ചിട്ട് അത് പുറത്തൊക്കെ പോയി. ഇപ്പോൾ ചൂടല്ലേ, ഇപ്പോൾ ചൂടത്ത് എങ്ങനെയാണിത് ലാസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ കൊള്ളാമോ, പെർഫോമൻസ് ഉണ്ടോ, ലോങ്ജിവിറ്റി ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അടിച്ചിട്ട് പുറത്തിറങ്ങി. ഒരു 8 സ്പ്രേയോളമാണ് ഞാൻ അടിച്ചത്. അപ്പം അതിനുശേഷം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ആദ്യം തന്നെ എൻ്റെ നോട്ട്, ഫ്രാഗ്രൻറ്റിക്കയിലെ നോട്ട് കാണുന്നില്ല. ഞാൻ അഹമ്മദ് അൽ മഗ്രിബയുടെ സൈറ്റിലുണ്ടായിരുന്ന നോട്ടാണ് പറയുന്നത്. ടോപ്പ് നോട്ടിൽ വരുന്നത് C നോട്ട്സും ബെർഗാമോട്ടും. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ റോസ്മേരി, സേജ്, ജെറാനിയം. ബോട്ടം ബേസ് നോട്ടിൽ വരുമ്പോൾ ഇൻസെൻസ്, പച്ചോളി, ആംബ്രോക്സൻ, വൈറ്റ് മസ്ക്, വെട്ടിവർ, മോസ്. ഇത്രയാണ് ഈ ഒരു നോട്ട്സ് പറയാനായിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് ഹൗസ് അല്ലെങ്കിൽ ഒരു ഗോപുരത്തിൻ്റെ തൂണിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ബോട്ടിലാണ്, തിക്കായിട്ടുള്ള ബോട്ടിലാണ്, കൊള്ളാം. ക്യാപ്പും പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമില്ല. അഹമ്മദ് അൽ മഗ്രിബയുടെ ലോഗോ കാണാം. കടൽ തീരത്ത് നിന്ന് തിരയടിക്കുന്ന ഭാഗം, അതിൽ നിന്നുള്ളിലോട്ട് പോകുമ്പോൾ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു തീമാണ് ബോട്ടിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം അർമാനി അക്വഡിജിയോ, പ്രൊഫൂമോ, എസൻസ ഈ 2 പെർഫ്യൂമുമായിട്ട് വളരെയേറെ സാമ്യമുണ്ട്. വളരെയേറെ നല്ല ഒരു 99.9% അക്വാഡിജിയോ പ്രൊഫൂമോ ആയിട്ടാണ് സാമ്യം. അക്വാഡിജിയോ പ്രൊഫൂമോ എന്ന് പറയുമ്പോൾ പുതിയ അക്വാഡിജിയോ പ്രൊഫൂമോയിൽ ഇൻസെൻസിൻ്റെ നോട്ട് അവർ ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആ ഒരു ഇൻസെൻസിൻ്റെ നോട്ട് കിട്ടും. ഇൻസെൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചന്ദനത്തിരി അല്ലെങ്കിൽ കുന്തിരിക്കം അതുപോലുള്ള സുഗന്ധത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം മണമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ലൈറ്റായിട്ടുള്ള ഒരു സ്മെല്ലാണ്. അതൊരു ഹെർബൽ ചുവയോട് കൂടിയാണ് അത് ചേർത്തിട്ടുള്ളത്. ഒരിക്കലും ചന്ദനത്തിരിയുടെയോ അല്ലെങ്കിൽ കർപ്പൂരത്തിൻ്റെയോ അല്ലെങ്കിൽ സുഗന്ധ തടികളുടെയോ അത്തരത്തിലുള്ള ഒരു സ്മോക്കി സ്മെല്ലോ അങ്ങനെയുള്ള ഒരു മണവും അല്ല. അതിപ്പോഴേ ഞാൻ തുടക്കത്തിലേ പറയുന്നു, അങ്ങനെയുള്ള മണമല്ല. ഇൻസെൻസ് എന്നുള്ള നോട്ട് പറയുന്നത് ഇതിനകത്തൊരു ഹെർബൽ സ്മെല്ലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതൊരു പച്ചൂളിയുടെ നോട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ട്രൈ ചെയ്യാം. സ്പ്രേയറും കൊള്ളാം. നമ്മുടെ ഈ ഡിയോർ സവാഷിൻ്റെ ഒക്കെ പോലുള്ള സ്പ്രേയർ. ഓപ്പണിങ്ങിൽ തന്നെ അക്വാഡിജിയുടെ ആ ഒരു പ്രൊഫൂമോ ട്രൈ ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഓപ്പണിങ്ങിലുള്ള അക്വാഡിജിയുടെ ഒരു ഹെർബൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ല്. അതിന് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ മാവില. നമ്മൾ മാവിലെ ഏറ്റവും ഇളതായിട്ടുള്ള ഇല, ചിലപ്പോൾ ഒരു ബ്രൗൺ കളറിൽ അല്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കില്ലേ, മാവിലെ ഏറ്റവും ഇളതായിട്ടുള്ള ഇല മിക്കവാറും ഏറ്റവും മുകളിലത്തെ കൊപ്പിലൊക്കെ കാണും. ആ കട്ടി കുറഞ്ഞ, താരതമ്യേന ആ കട്ടി കുറഞ്ഞ ആ ഇല എടുത്ത് കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചാൽ ഉണ്ടാവുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ആ മണമാണ് നമുക്ക് അക്വാഡിജിയോ പ്രൊഫൂമോയിൽ കിട്ടുന്നത്. അതുപോലുള്ളൊരു നോട്ടിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കലോണ എന്നുള്ള ഒരു കടലിൻ്റെ മണത്തെ ഓർമ്മിപ്പിക്കുന്ന കലോണ എന്നുള്ളൊരു നോട്ടിൻ്റെ ആ ഒരു സാന്നിധ്യവും നമുക്കറിയാൻ പറ്റും. ശരിക്കും ഇത് പ്ലാങ്ടനുകൾ, കടലിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികളായ പ്ലാങ്ടനുകൾ പുറപ്പെടുവിക്കുന്ന ഒരു മണമാണ് കലോണയുടെ ആ ഒരു മണം. അത് പെർഫ്യൂമറിയിൽ ഉപയോഗിക്കുന്ന പേരാണ് കലോണ. ശരിക്കും ഒരു കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ ജീവികളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അതിൻ്റെ മണം നമുക്ക് ഇതിൽ നിന്നായിട്ട് കിട്ടും. ഒരു കടലിൻ്റെ ഒരു റോ ആയിട്ടുള്ള പച്ചയായിട്ടുള്ള കടലിൻ്റെ ഒരു ഈർപ്പവും ഒക്കെ അണഞ്ഞിട്ടുള്ള ഒരു മണം.
പിന്നെ അതുപോലെ തന്നെ സേജ്, ബെർഗാം, റോസ്മേരി, ജെറാനിയം, അക്വാട്ടിക് പെർഫ്യൂമിലൊക്കെ പൊതുവെ കാണുന്ന നോട്ടുകളൊക്കെ തന്നെയാണ് ഈ റോസ്മേരിയും സേജും ജെറാനിയും ഒക്കെ. ആ ഒരു നോട്ട് നമുക്ക് കിട്ടും. ബെർഗാമോട്ട് അല്ലെങ്കിൽ നാരങ്ങ, ഓറഞ്ച് പോലുള്ള മണങ്ങളൊന്നും അല്ല വരുന്നത്. ഇത് പൂർണ്ണമായും 100% പൂർണ്ണമായും കടലാണ് ഈ പെർഫ്യൂം നിറച്ചു വെച്ചിരിക്കുന്നത്. ഒരു കടലിന്റെ മണമാണ്. അക്വാ ഡി ജിയോ പ്രൊഫ്യൂമിൽ അക്വ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണോ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ പ്യൂർ അക്വാട്ടിക് പെർഫ്യൂമിന് ഏറ്റവും എക്സാമ്പിളാണ് അക്വാ ഡി ജിയോ പ്രൊഫ്യൂമയും ഈ ഒരു സാധനവും. അപ്പോൾ നിങ്ങൾ നാരങ്ങയുടെയോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെയോ സിട്രസിൻ്റെയോ ഒരു നോട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത് പൂർണ്ണമായും കടലിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പെർഫ്യൂമാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ബേസ് നോട്ട് എന്ന് പറയേണ്ട കാര്യം, ബേസ് നോട്ടും ഈ ടോപ്പ് നോട്ടിലുള്ള ആ നോട്ടൊക്കെ തന്നെയാണ് ബേസ് നോട്ടിൽ വരുന്നത്. നമ്മൾ പിന്നെ കഷ്ടപ്പെട്ട് പിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അടിക്കുമ്പോൾ കിട്ടുന്ന നമ്മൾ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ അക്വാ ഡി ജിയോ പ്രൊഫ്യൂമോ വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഞാൻ ഉറപ്പ് തരുന്നു, അക്വാ ഡി ജിയോ പ്രൊഫ്യൂമോയുമായി 99.9% സാമ്യമുള്ള ഒരു പെർഫ്യൂമാണ്. ബാക്കി 1% എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യുന്നു എന്ന് മാത്രം. അത് നമ്മൾ എന്തോ സോറി വില കൂടുന്നത് കൊണ്ട് അല്ലെങ്കിൽ അർമാനി എന്നുള്ള ഒരു പേരിന്റെ ബ്രാൻഡിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം നിങ്ങൾ 1% ആ ഒരു പേയ്മെന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ അക്വാ ഡി ജിയോ പ്രൊഫ്യൂമോ റീഫോർമുലേറ്റ് ചെയ്തു, അതിനേക്കാൾ എന്തുകൊണ്ട് ബെറ്റർ ഇതാണ്. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ അക്വാ ഡി ജിയോ പ്രൊഫ്യൂമോ ആദ്യ കാലത്ത് ഇറങ്ങിയതിന് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറഞ്ഞ് റീഫോർമുലേഷനും പിന്നീട് പല ബാച്ചിന് പെർഫോമൻസ് ഇഷ്യൂ ഉണ്ട്. എങ്കിലും ഇതിൽ ഇപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന പോലുള്ള ഭയങ്കര ബീസ്റ്റായിട്ട് അൾട്രാ ബീസ്റ്റ് മോഡ് പ്രൊജക്ഷൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു ഫ്രഷ് പെർഫ്യൂമിന് നിങ്ങൾ ആ രീതിയിലുള്ള പ്രൊജക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത്. അഥവാ അതിന് പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും വേണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ സിന്തറ്റിക് ആയിട്ട് മാറും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പെർഫ്യൂമിന് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ 4 മണിക്കൂറാണ് ഞാൻ കാണുന്ന ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും ഒക്കെ. പക്ഷേ ആ 4 മണിക്കൂർ നമുക്ക് നോട്ടീസ് ചെയ്യുന്ന തരത്തിലുള്ള ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനാണുള്ളത്. 4 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ അത് വസ്ത്രത്തിൽ മാത്രം പറ്റിപ്പിടിച്ചിരിക്കുന്ന തരത്തിലേക്ക് അത് ചുരുങ്ങും. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതല്ലാതെ പുറത്തേക്ക് മണം വരുന്നില്ല. അപ്പോൾ ആദ്യത്തെ 2 മണിക്കൂർ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊജക്ഷൻ ഉണ്ട്. അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ നമ്മൾ പെർഫ്യൂം അടിച്ചിട്ടുണ്ടെന്നുള്ള അതവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി വെയിലത്ത് ഇറങ്ങുമ്പോൾ കുറെ കൂടി നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. വീട്ടിലിരിക്കുന്നതിനേക്കാൾ പുറത്ത് അടിച്ചിട്ടിറങ്ങുമ്പോൾ വെയിൽ തട്ടുമ്പോൾ ഈ കലോണ ആ അക്വാട്ടിക് നോട്ട് പുറത്തേക്ക് ചാടുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വെയിൽ നന്നായിട്ട് വേണം. നട്ടുച്ച സമയത്താണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത് അടിക്കേണ്ടത്. പിന്നെ ഏത് കാലാവസ്ഥയിൽ അടിക്കാൻ കേട്ടോ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രൊജക്ഷൻ കിട്ടിയതായിട്ട് തോന്നിയത് നട്ടുച്ച സമയത്താണ്. അപ്പോൾ 4 മണിക്കൂർ ആദ്യത്തെ 2 മണിക്കൂർ ലോങ്ജിവിറ്റി 2 മണിക്കൂർ പ്രൊജക്ഷനും ബാക്കി 2 മണിക്കൂർ കൊണ്ട് വസ്ത്രത്തിലേക്ക് ചുരുങ്ങുന്ന രീതിയിലാണ്. ടോട്ടൽ 4-5 മണിക്കൂർ മാക്സിമം. ബീസ്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ 5 മണിക്കൂർ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ 4 മുതൽ 5 മണിക്കൂർ വരെ ഒരു പെർഫ്യൂം നിൽക്കുന്നെങ്കിൽ ആ പെർഫ്യൂം വിജയിച്ചു എന്നാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പെർഫ്യൂം അതിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് വളരെ ഇനോഫെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. യാതൊരു തരത്തിലും ആർക്കും ഒരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാത്ത ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇതിൻ്റെ മണത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. തലവേദന അല്ലെങ്കിൽ ചില നോട്ടുകൾ തലവേദന ഉള്ളവർക്ക് പോലും ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കുന്നതുകൊണ്ട് അസ്വസ്ഥതയോ തലവേദനയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് എ സി ആണെങ്കിലും ശരി, എ സി ഇല്ലെങ്കിലും ശരി, ഫാനിൻ്റെ കീഴിലാണെങ്കിലും ശരി, ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സേഫ് ആയിട്ടുള്ള പെർഫ്യൂമാണ് അഹ്മദൽ മഗ്രിബിയുടെ അക്വാ ഊദ് എന്നുള്ള പേര് കേട്ടൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ഊതൊന്നുമില്ല ഇതിനകത്ത് ഊദിൻ്റെ നോട്ടൊന്നും ചേർത്തിട്ടില്ല, പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓഫീസിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാഷ്വൽ ആയിട്ടൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒക്കെ അടിക്കാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന ഒക്കേഷൻ, ഇന്ന സാഹചര്യം, ഇന്ന കാലാവസ്ഥ ഒന്നിനും തളച്ചിടണ്ട. ഏത് കാലാവസ്ഥയിൽ എപ്പോൾ വേണമെങ്കിലും അടിച്ചോ, അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏറ്റവും എന്നെ ഇമ്പ്രസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് നോട്ടൊന്നും ചേർത്തിട്ടില്ല. സിന്തറ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്കങ്ങനെ സിന്തറ്റിക് ആയിട്ടൊരു കെമിക്കൽ സ്മെല്ലോ അത്തരം കുത്തുന്ന ടൈപ്പ് മണമായിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല. വളരെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് അക്വാ ഡി ജിയോ പെർഫ്യൂം അടിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീൽ തന്നെയാണ് എനിക്ക് ഇതിലും കിട്ടിയത്. അപ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പൂർണ്ണമായ നാച്ചുറലായിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ട് ജ്യൂസിന്. പിന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഓയിലാണ് കൊടുത്തിട്ടുള്ളത്. അക്വാ ഡി ജിയോ പെർഫ്യൂമോ വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചോ, ഇത് നിങ്ങൾക്കുള്ള സാധനമാണ്. ലേഡീസിനും യൂസ് ചെയ്യാം. അക്വാട്ടിക് പെർഫ്യൂമിനോട് താല്പര്യമുള്ള ഫ്രഷ് ആയിട്ട് ഉള്ള മണങ്ങളോട് താല്പര്യമുള്ള ലേഡീസിനും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. എൻ്റെ റേറ്റ് 2000 മുതൽ 2500 ആ റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റിൽ ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അഹ്മദൽ മഗ്രിബി അക്വാ ഊദ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക.